പറയുവാൻ വെളിയത്ത് ഫാമിലിയിൽ നിന്നും അബ്രാഹാം വെളിയത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഏരി അമ്മച്ചിക്കും ബഹുമാനപ്പെട്ട ഇടവക വികാരിയച്ഛൻ അമ്മച്ചിയുടെ ബഹുമാനാർത്ഥം എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈദിക കന്യാസ്ത്രീ സന്യസ്തർക്കും കുരുട്ടൂർമൂർ കുടുംബാംഗങ്ങൾക്കും വെളിയത്ത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷകൾക്കും വെളിയത്ത് ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിൻ്റെ പേരിൽ ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി 90ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. വളരെ ആഹ്ലാദകരമായ ശകലത്തിൽ വെളിയത്ത് ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിൽപ്പെട്ട 4 പ്രമുഖ ശാഖകളുടെ പേരിൽ അവ തെക്കേക്കുത്ത് കുടുംബങ്ങൾ, കൊട്ടാരത്തിൽ കുടുംബങ്ങൾ, മൂക്കേട് കുടുംബങ്ങൾ, വെളിയത്ത് കുടുംബങ്ങൾ എന്നീ പ്രധാനപ്പെട്ട ശാഖകളിൽപ്പെട്ട 19 കുടുംബങ്ങളുടെ പേരിലും ഓരോ കുടുംബാംഗങ്ങളുടെ പേരിലും ഞാൻ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഹൃദയംഗമമായ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കുടുംബത്തിലേക്ക് 1935 കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി ഇന്ന് വെളിയത്ത് കുടുംബത്തിലെ ഏറ്റവും സീനിയർ മെമ്പറാണ്. 9 സംവത്സരങ്ങൾ നീണ്ട ഈ കാലയളവിൽ കാലത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ക്ലേശകരമായ പരിവരുത്ത പാതകളിൽ കൂടി താണ്ടി സാമുദായികവും സഭാപരവും കുടുംബപരവുമായ കർത്തവ്യങ്ങളെയൊക്കെ പൂർത്തീകരിക്കുകയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ മാർഗദർശിയായും കടാവിളക്കമായും ഇരിക്കുന്ന നമ്മുടെ അമ്മച്ചിക്ക് ആരോഗ്യപൂർണ്ണവും സംതൃപ്തപൂർണവുമായ ഒരു ഭാവി ഇനിയും ദൈവം നൽകട്ടെ എന്ന് വെളിയത്ത് ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിൻ്റെ പേരിൽ ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ അമ്മച്ചിക്ക് ഹാർദവമായ ജന്മദിനാശംസ. ഇത് ഒരു സർപ്രൈസ് ആയിട്ട് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഞങ്ങളുടെ എല്ലാ സ്നേഹഭാവങ്ങളും പ്രിയപ്പെട്ട പേരമ്മയ്ക്ക് ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ലിസ്റ്റിൽ പേരില്ലാത്ത നിങ്ങൾക്കറിയാം. ഇത് ഞാൻ ചാടി കേട്ടതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ആവശ്യപ്പെട്ടതാണ്. എൻ്റെ പേര് ലിസ്റ്റിലില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ആശംസകളിൽ മംഗളഗാനത്തിൽ എല്ലാവിധ ആശംസകളും ഉണ്ട്. സിസ്റ്റർ കരുണ പറഞ്ഞപ്പോൾ തത്വശാസ്ത്രവും ജീവശാസ്ത്രവും എല്ലാം അതിനകത്തുണ്ട്. ബിജു പറഞ്ഞപ്പോൾ ശാരീരിക ശാസ്ത്രം കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാനുള്ളത് ചാച്ചൻ തോറ്റു, ഇനി എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. എന്നാലും 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന പേരന്മാർ എനിക്ക് തോന്നുന്നത് ഒരു 7 തലമുറയെ കണ്ടിട്ടുണ്ട്. സാധാരണ 4 തലമുറയാണ്. അപ്പനെ, വെട്ടിപ്പന്, മക്കളെ മാങ്ങാണ്ടി, പെണ്ണമ്മച്ചേച്ചിയുടെ മക്കളെ മാങ്ങാണ്ടി ആക്കണം. അപ്പോൾ 6 തലമുറയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പം അങ്ങനെ 90ാം വയസ്സ് ആഘോഷിക്കുന്ന പേരമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമാണ്. കോട്ടയം ഭാഗത്തോ കൂത്താട്ടുള്ള ഭാഗത്തോ അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കാണാതെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ആർക്കെങ്കിലും ആശംസ പറയാനുണ്ടെങ്കിൽ കണ്ടുവരാം. പ്രിയപ്പെട്ട പേരമ്മ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പേരമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആശംസ പറയുക എന്നുള്ളത് ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പേരമ്മ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. ഇന്ന് ഈ മക്കളുടെ സന്തോഷം ഏറ്റുവാങ്ങുവാനുള്ള ആ വലിയ അനുഗ്രഹം ദൈവം നൽകി പേരമ്മയെ അനുഗ്രഹിച്ചു. നമ്മൾ നടത്തുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടത്തും. കാരണം മരിച്ചിട്ട് ഇങ്ങനെയുള്ള വലിയ സംസ്കാര ചടങ്ങുകളോ മറ്റു കാര്യങ്ങളോ അല്ല ബാൻഡ് മേളങ്ങളോ ഒന്നും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ നടത്തി പേരമ്മയ്ക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇങ്ങനെ ഈ ചടങ്ങ് നിർവഹിച്ച മക്കളെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇതുപോലെയുള്ള ചടങ്ങുകൾ നടത്തുകയും എല്ലാവിധ ആശംസകളും മാതാപിതാക്കന്മാർക്ക് കൊടുക്കുകയും ചെയ്യണമെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുകയും ആഘോഷിക്കുന്ന അമ്മച്ചി, സഹോദരങ്ങളെ, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, ഞാനിവിടെ ഇപ്പം പറയാൻ പറഞ്ഞ് വന്നേ ഉള്ളൂ. ഞാനിവിടെ വരാൻ കാരണം ജോസ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് വരാൻ മെയിനായിട്ടുള്ള കാരണം. ജോസ് ഞാൻ ജർമ്മനിയിലായിരുന്നു. അപ്പം അവരും ഞങ്ങൾ വളരെ
1922 ജനുവരി 12-നാണ് മാറിയ എന്ന സ്ഥലത്തെ കുറുകുഴിയിൽ വീട്ടിൽ ഓലയുടെയും മറിയാച്ചിയുടെയും 7 മക്കളിൽ മൂത്ത മകളായി പെണ്ണ എന്ന പേരിൽ അപ്പനും അമ്മച്ചിയും ജ്യേഷ്ഠന്മാരും വിളിച്ചിരുന്ന ഏലി ലൂക്ക ജനിച്ചത്. ജനനം മാറികയിലായിരുന്നുവെങ്കിലും വളർന്നത് ഒളമറ്റത്തെ കുരുട്ടുപറമ്പിൽ വീട്ടിലായിരുന്നു. കുരുട്ടുപറമ്പിൽ ചെറിയാൻ, കുരുട്ടുപറമ്പിൽ മത്തായി, കുരുട്ടുപറമ്പിൽ പാച്ചൻ, കുരുട്ടുപറമ്പിൽ ജോസ് എന്നീ സഹോദരന്മാരും അന്നമ്മ, മേരി തുടങ്ങിയ സഹോദരിമാരും ഏലിക്കുണ്ടായിരുന്നു. നമ്മുടെ കാലത്തെ നിറം പിടിപ്പിച്ച കഥകളിലെ ബാല്യകാല വിവാഹങ്ങളുടെ ജീവനുള്ള തെളിവാണ് ഏലി ലൂക്ക എന്ന നിങ്ങളുടെ അമ്മ. 1935 13-ാം വയസ്സിൽ ഏലിയുടെ വിവാഹം വെളിയേറ്റ് കുടുംബത്തിലെ ലൂക്ക എന്ന പാനീസുമായി നടന്നു. അങ്ങനെ കുരുട്ടുപറമ്പിൽ വീട്ടിലെ പെണ്ണ വെളിയേറ്റ് കുടുംബാംഗവും പിന്നീട് നമ്മുടെ എല്ലാം അമ്മച്ചിയും കുടുംബനാഥയുമായി. ഏലിയുടെ വിവാഹത്തിന്റെ ഒരു ദൃക്സാക്ഷി ഈ സദസ്സിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അത് ഞങ്ങൾ ഒരു സസ്പെൻസ് ആക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നീട് അദ്ദേഹത്തെ വിളിക്കുന്നതായിരുന്നു. വെളിയത്ത് കുടുംബത്തിലെ ലൂക്ക അന്ന ദമ്പതികളുടെ മകനായിരുന്നു പാനീസ് എന്നറിയപ്പെടുന്ന ലൂക്ക. ബാല്യത്തിന്റെ എല്ലാ ചപലതകളും നിറഞ്ഞ പെണ്ണിനെ അന്നമ്മ അമ്മച്ചി സ്വന്തം മകളായി തന്നെ നോക്കി വളർത്തി. ക്രിസ്തീയ പാരമ്പര്യത്തിനകത്ത് വസ്ത്രം ചാർത്താനോ മുടി കെട്ടാനോ പോലും അറിയാത്ത ആ ബാലികയെ അന്നമ്മ അമ്മച്ചി അതെല്ലാം പഠിപ്പിച്ചു. അല്ലെങ്കിൽ തന്നെ കുട്ടപ്പ മുടിയുള്ള ഒരു സുന്ദരി പെണ്ണിനെ സ്നേഹിക്കുവാൻ ആർക്കാണ് തോന്നാറുള്ളത്? എങ്കിലും ഏലി വാത്സല്യത്തിലും സ്നേഹത്തിലും അലസിയാകാതെ വീട്ടുജോലികളിലും പറമ്പിലെ പണികൾക്ക് വേണ്ടി അമ്മായിയമ്മയെ സഹായിച്ചുകൊണ്ട് പറമ്പിൽ ജോലി എടുക്കുന്നവർക്ക് ഭക്ഷണവും മറ്റുമായി 3 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തെത്തി മടങ്ങുന്നതിനാൽ തലയിൽ കൊട്ടയേന്തി ഒരു പുഴ തന്നെ തലയിൽ ഉണ്ടായിരുന്നതായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ അന്നമ്മയോടൊത്ത് സന്തോഷത്തോടെ വസിച്ച 9 വർഷങ്ങൾക്കിടയ്ക്ക് ലൂക്ക ഏലി ദമ്പതികളുടെ മൂത്ത മകനായ ലൂക്കാച്ചൻ പിറന്നു. എന്നാൽ ലൂക്കാച്ചന് 1 വയസ്സായപ്പോൾ ലൂക്ക ഏലി ദമ്പതികൾ തോലാംകോട്ടേക്ക് മാറി താമസം നടത്തി. നിറയെ കൊങ്ങണി നിറഞ്ഞ ആ സ്ഥലത്തെ താമസം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വീട്ടിലേക്ക് വേണ്ട സർവ്വ സാധനങ്ങൾ ഒളമറ്റത്തെ വീട്ടിൽ നിന്നും കാളവണ്ടിയിലായിരുന്നു എത്തിച്ചിരുന്നത്. അതിനുശേഷം മാറികയിലെ വീട്ടിൽ നിന്നും ഇതുപോലെ സാധനങ്ങൾ എത്തിച്ചു. ഇന്ന് കാണുന്നത് പോലുള്ള വഴികളൊന്നും ഉണ്ട്. വാർത്തകളുടെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ അമ്മയുടെ ഇന്ന് അവധി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദളിത് കുടുംബം പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ കുടുംബങ്ങളെല്ലാം അത് ബന്ധപ്പെട്ടവരെല്ലാം ഇവിടെ സന്തോഷിക്കുന്ന ദിവസമാണ്. 90 വയസ്സ് ഇതിനെ ഞാൻ പൂർത്തിയാക്കി ദൈവത്തിൻ്റെ കൃപയായി ദൈവാനുഗ്രഹത്തെ സന്തോഷിക്കുവാനും ദൈവത്തിൽ നന്ദിയുള്ളവാനും അവസരം ലഭിക്കുന്ന അവസരങ്ങളാണ്. എല്ലാവരും കൂടി ഞങ്ങളുടെ ഈ അവസരത്തിൽ നിന്ന് 77 വർഷം മുമ്പ് കുരുട്ടുള്ള കുടുംബത്തിൽ നിന്ന് ദളിത് കുടുംബത്തിലേക്ക് വിവാഹിതരായി സ്വകാര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ആ കുടുംബത്തിലുണ്ടായിരുന്നു. അന്നത്തെ വിവാഹ രീതികളിലൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ തലേ വേളാഴ്ച കല്യാണ ആഘോഷങ്ങൾ ആരംഭിക്കാൻ പിറ്റേ വേളാഴ്ചയാണ് അവസാനിക്കുന്നത്. അതുവരെയും 10 പരിപാടികളാണ് നടന്നിട്ടുള്ളത്. വീട്ടുകാരും അയൽവാസികളും വളരെ സന്തോഷിക്കുകയും സഹകരിക്കുമെല്ലാം കഴിയുന്നൊരു വലുതായിട്ട് തന്നെ. അങ്ങനെ ആ വെളിച്ച കുടുംബത്തിലേക്ക് കൊണ്ടാൻ കടന്നു വന്ന ഞങ്ങളുടെ അമ്മ നമുക്കറിയാം, ജീവിതത്തിൽ ഒരു നല്ല മാതാവായിട്ട്, ഒരു നല്ല ഭാര്യയായിട്ട്, ഒരു നല്ല അയൽവാസിയായിട്ട്, ദൈവസഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾക്കെല്ലാം മാതൃകയായൊരു ക്ഷേത്ര സഹോദരിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രായത്തിലുള്ള സഹോദരി ഞങ്ങളുടെ അമ്മാമ്മയാണ്. പിന്നെ രണ്ടാമത്തെ ഞങ്ങളുടെ വീട്ടിലെത്താത്താണ് വിളിച്ചത്. ദൈവം ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് വെളിയത്തെ പാനീസിൻ്റെയും ഞങ്ങളുടെ വലിയ അമ്മയുടെയും ആ ജീവിതത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ പ്രഭാവമാണ് വളരെ സമർത്ഥമായിട്ട് സത്യമാണ്. ഇതിലെല്ലാം നമ്മൾ വിജയത്തിൽ അവരോടൊപ്പം തന്നെ നമ്മൾ പറയുകയും
നിങ്ങളോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ കുറവ് കേട്ടിട്ടില്ല. അമ്മാമ്മയ്ക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും നേരുക. അമ്മാമ്മയ്ക്ക് ദീർഘായുസ്സ് ദൈവം നൽകി